നമ്മളിന്നപ്പോൾ ഇടുക്കി കോട്ടയം ജില്ലകളിലായിട്ട് വ്യാപിച്ച് കിടക്കണ വാഗമണിലാണ് ഉള്ളത്. ഇവിടുത്തെ പ്രകൃതി സൗന്ദര്യമൊക്കെ ആസ്വദിച്ച് ഈ ക്ലൈമറ്റൊക്കെ എൻജോയ് ചെയ്തിട്ട് ഈ ഒരു തേയിലച്ചെടിയുടെ ഇടയിൽ കൂടെ ഉള്ള യാത്ര ഉണ്ടല്ലോ, അതൊരു അടിപൊളി സംഭവം ഉണ്ടാകും. അങ്ങനെ നമ്മൾ നമ്മുടെ യാത്രയൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ബിയോണ്ട് പൈൻസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രോപ്പർട്ടിയിൽ എത്തിയിട്ടുണ്ട്. നമ്മളിപ്പോൾ താമസിക്കാൻ പോണ സ്ഥലത്തു നിന്നുള്ള കാഴ്ചയാണ് ഈ കാണുന്നത്. അടിപൊളി കോടയൊക്കെ ഇറങ്ങിയിട്ടുള്ള ഒരു അടിപൊളി സ്ഥലമാണ് ഇത്. ഒരിക്കലും ഇതൊരു പ്രൊമോഷൻ വീഡിയോ ഒന്നല്ല കേട്ടോ. ആർക്ക് വേണമെങ്കിലും ഇവിടെ വന്ന് താമസിക്കാം. എല്ലാ സമയത്തും കോടമഞ്ഞ് ഉണ്ടാവുമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കത് പറയാനും പറ്റില്ല കേട്ടോ. എന്തായാലും നമ്മൾ താമസിക്കുന്ന സ്ഥലം ഒന്ന് കാണാട്ടോ. എന്തായാലും നല്ല അടിപൊളി പ്രൈവസിയിൽ ഞങ്ങൾക്ക് അടിച്ചു പൊളിക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി സ്ഥലം തന്നെയായിരുന്നു ഇത്. അധികം നേരം നമ്മൾ റൂമിലിരിക്കുന്നില്ല കേട്ടാ. നമ്മളൊരു അടിപൊളി ട്രക്കിങ്ങിന് പോകാൻ പോവാണ്. എവിടെയൊക്കെ പോകണം, എന്തൊക്കെ കാണണം എന്നുള്ളത് നമുക്ക് കണ്ടെന്നെ അറിയാം. നമ്മളപ്പോൾ അടിപൊളി ഒരു ഓഫ് റോഡ് എക്സ്പീരിയൻസ് ചെയ്തിട്ട്, അതും നമ്മുടെ മഹീന്ദ്ര ജീപ്പിനകത്ത് ഒരു ഓഫ് റോഡ് എക്സ്പീരിയൻസ് ചെയ്തിട്ട് കൈതപ്പതാരം എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്തെത്തിയിട്ടുണ്ട് കേട്ടോ. ഈ ഒരു വ്യൂ പോയിന്റ് ഒരു അടിപൊളി വ്യൂ പോയിന്റ് തന്നെയാണ്. ഇനിയും നമുക്ക് ഇഷ്ടം പോലെ വ്യൂ പോയിന്റുകൾ കാണാനുണ്ട്. നമ്മൾ ട്രാവൽ ചെയ്തിട്ടുള്ള ജീപ്പാണ് കേട്ടോ ഈ കാണുന്നത്. അത്യാവശ്യം കാടിനകത്തും അതുപോലെ നമ്മൾ വന്നിട്ടുള്ള വഴിക്കകത്തുള്ള കാര്യങ്ങൾ കാണാൻ വേണ്ടിയിട്ട് ഈ ഒരു ജീപ്പ് ഓപ്പൺ അല്ല, പക്ഷെ നമുക്ക് സൈഡിലുള്ള വ്യൂ ഒക്കെ അടിപൊളിയായിട്ട് തരുന്ന തരത്തിലുള്ളൊരു വണ്ടിയാണ്. കുളിക്കാൻ പറ്റുന്ന സ്ഥലമല്ലോ കേട്ടോ. അവിടെ കുളിക്കാം. അയ്യോ ഡ്രസ് നിർത്തില്ലേ, ഡ്രസ് എടുത്തില്ല കേട്ടോ. ഈ വ്യൂ പോയിന്റിന്റെ പേരെന്താ പറഞ്ഞ? ഈ വ്യൂ പോയിന്റിന്റെ പേര് കോട്ടമല. നേരത്തെ പോയത് കൈതപ്പതാരം. അയ്യോ തല തല എടാ ശരത്തെ ഞാൻ അതിഭീകരമായ ഓഫ് റോഡ് വഴി അപ്പൂപ്പൻ നടന്നു വരികയാണ്. അപ്പൂപ്പൻ ചന്നം പിന്നം നടന്നു വരികയാണ്. അപ്പൂപ്പൻ ഓവർടേക്ക് ചെയ്തിരിക്കുകയാണ്. അതിവിശാലമായ വാഴത്തോട്ടം, ഇങ്ങനെ കുറ്റിച്ചെടിയായിട്ട് ഇരിക്കുന്ന വാഴത്തോട്ടം ഞാൻ ആദ്യമായിട്ട് കാണിക്കുകയാണ്. ഇങ്ങനെ ഒരു വാഴത്തോട്ടം ആദ്യത്തെ ഇതിന്റെ എവിടെയാണ് കൊലയ്ക്കുന്നത്? പാസ് എടുത്തിട്ട് സുഹൃത്തുക്കളെ ഇവിടെ കയറാൻ പറ്റുള്ളൂ. അതെ, 150 രൂപയാണ് ജീപ്പ് സഫാരിക്കുള്ള പാസ്. നല്ല അടിപൊളി ഒരു സ്ഥലത്താണ് കേട്ടോ നമ്മൾ ഈ ചേട്ടൻ കൊണ്ടുവന്ന് നിർത്തിയിട്ടുള്ളത്.
നമ്മുടെ ഡ്രൈവർ ചേട്ടൻ എന്തായാലും പൊളിയാണ് കേട്ടോ. പുള്ളി ഭയങ്കരമായിട്ടുള്ള സാഹസികമായിട്ടുള്ള ഡ്രൈവിംഗ് ആണ് നമുക്ക് മുഴുവൻ കാഴ്ചവെച്ചിട്ടുള്ളത്. ഇനി നമുക്ക് ഇവിടുന്ന് കുറച്ച് ദൂരം ഒന്ന് ട്രക്ക് ചെയ്ത് മുകളിൽ കയറാനുണ്ട്. അവിടെ നിന്നുള്ള വ്യൂ ആണ് കേട്ടോ ഈ കാണുന്നത്. താഴെ അടിപൊളി മലനിരകളും അതുപോലെ തന്നെ താഴെ ഏതൊക്കെയോ നദിയോ പുഴയോ എന്തൊക്കെയോ കാണുന്നുണ്ട്. നമ്മൾ ഹിഡൻ സ്പേസിലേക്കാണ് കേട്ടോ പോണത്. നമുക്ക് കുളിക്കാനൊക്കെ പറ്റിയിട്ടുള്ള കാട്ടിൽ കൂടെ ഒഴുകി വരുന്ന ഒരു കാട്ട് ചോലയിലേക്കാണ് നമ്മൾ പോണത്. ഇതാണ് ഇപ്പോൾ സ്ഥലം കേട്ടോ. നമുക്കിതൊരു ചോലാന്നേ പറയാൻ പറ്റുള്ളൂ. ഒരു വലിയൊരു വെള്ളച്ചാട്ടം എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. കാട്ടിൽ കൂടെ ഒഴുകി വരുന്ന ഒരു അരുവി അതൊക്കെ പറയാം. മലയുടെയൊക്കെ മുകളിൽ നിന്ന് ഒഴുകി വരുന്ന നല്ല പതഞ്ഞിട്ടുള്ള വെള്ളമാണ് കേട്ടോ ഇത്. നമുക്ക് ഇവിടുന്ന് താഴത്തേക്ക് പോയിട്ട് വേണം നമുക്ക് കുളിക്കാൻ വേണ്ടിയിട്ട്. നമുക്ക് ഇവിടെ വേറെ ഒരു സംഭവം കാണാനുണ്ട് കേട്ടോ. നമുക്ക് വളരെ ഹിഡൻ ആയിട്ടുള്ള സംഭവമാണ്. ഇതാണ് കേട്ടോ നമ്മൾ പറഞ്ഞിട്ടുള്ള ആ ഒരു ഹിഡൻ സംഭവം. ഒരു തുരങ്കത്തു നിന്നാണ് ആ ഒരു വെള്ളം വന്നുകൊണ്ടിരിക്കുന്നത്. അതായത് ഏതൊരു ടണലിൽ നിന്നുള്ള ഒരു വെള്ളമാണ് ഇവിടെ എത്തിക്കൊണ്ടിരിക്കുന്നത്. നല്ല അടിപൊളി ഒരു പ്രകൃതി രമണീയമായിട്ടുള്ള സ്ഥലത്ത് ഒരു കുളിയും കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇനി നമുക്കുള്ളത് നൈറ്റ് ഡ്രൈവ് ആണ്. ഇവിടുന്ന് നമ്മൾ കയറുമ്പോഴേക്കും ആകെ ഇരുട്ട് വീണിട്ടുണ്ട്. ഇനി നമ്മൾ രാത്രി ഇരുട്ട് തപ്പിയിട്ട് വേണം നമ്മുടെ റൂമിലെത്താൻ വേണ്ടിയിട്ട്. അങ്ങനെ വാഗമണ്ണിലുള്ള നമ്മുടെ ഒരു ദിവസം ഇവിടെ കഴിയാനുണ്ടാകും. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് ഇരിക്കുന്നു. എല്ലാവരും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്തൊരു വീഡിയോ ആയിട്ട് അപ്പോൾ നമുക്ക് പെട്ടെന്ന് കാണാം.